വിത്ത് നടുകയാണ്. നിങ്ങളൊരു നല്ല പുസ്തകത്തിൽ നിന്ന് 2 പേജുകൾ വായിക്കുന്നുണ്ടോ? വിത്ത് നടുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വീണ്ടും വീണ്ടും എഴുതുന്നുണ്ടോ? വിത്ത് നടുകയാണ്. നിങ്ങൾ വ്യായാമം ചെയ്യുന്നുണ്ടോ? വിത്ത് നടുകയാണ്. നല്ല ഭാവിയെക്കുറിച്ച് വിഷ്വലൈസേഷൻ ചെയ്യാറുണ്ടോ? വിത്ത് നടുകയാണ്. അഫിർമേഷൻ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? വിത്ത് നടുകയാണ്. ആദ്യം അതത്ര വലുതായി തോന്നില്ല, കൈയഴിക്കാൻ ആളുകളോ പ്രേക്ഷകരോ ഇല്ല, പെട്ടെന്ന് റിസൾട്ടും കിട്ടില്ല. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം വിളവെടുപ്പ് വരും. അത് വലിയ രീതിയിൽ വരും. നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയും, ഞാൻ എന്താണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നോക്കൂ, ഞാൻ ആരായി എന്ന് നോക്കൂ. ഇങ്ങനെ പറയുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ? ചിന്തിച്ച് നോക്ക്, നമുക്കതുണ്ടാവണ്ടേ? പക്ഷേ സാധ്യമാക്കിയത് ഒരു വലിയ തീരുമാനമല്ല, മറിച്ച് ആരും കാണാത്തപ്പോൾ വീണ്ടും വീണ്ടും എടുത്ത ചെറിയ ആവർത്തിച്ചുള്ള തീരുമാനങ്ങളാണ് നിങ്ങളെ ഇങ്ങനെയാക്കിയത്. നിങ്ങൾ കാലക്രമേണ ആവർത്തിക്കുന്ന ഈ ചെറിയ ശീലത്തിൻ്റെ, നല്ല ശീലത്തിൻ്റെ ശക്തിയെ കുറച്ച് കാണരുത്. എല്ലാ മലയാളികളും ലോട്ടറി എടുത്ത് പോക്കറ്റ് വെച്ചേക്കാണ്. നാളെ അടിച്ച് പെട്ടെന്ന് ജീവിതം മാറും. ജീവിതം മാറുന്നവരുടെ പെർസെൻറ്റേജ് നിങ്ങൾ നോക്കൂ, വളരെ കുറവാണ്. പക്ഷേ ആ കുറവ് പെർസെൻറ്റേജുകാർക്ക് അവർക്കറിയാം ജീവിതം മാറുന്നത് സ്ഥിരമായി നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. നിങ്ങൾക്കൊരു ശക്തമായ മോർണിംഗ് റൊട്ടീൻ നിർദ്ദേശിക്കാൻ പറഞ്ഞാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു റൊട്ടീൻ സേവേഴ്സാണ്. നിങ്ങൾ മിറക്കിൾ മോർണിംഗ് എന്നൊരു പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. സേവേഴ്സ്, അത് എഴുതിയ ഹാൽ എൽറോഡ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആ കുട്ടി ശരീരം 11 നുറുങ്ങി ഇടിച്ച് 6 മിനിറ്റ് മരിച്ച്